അപ്പോൾ വീഡിയോയുടെ തുടക്കം തന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും നേരുന്നു. എങ്ങനെ ഉണ്ടായ തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ചോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഓണം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കലക്കൻ മുതലിന്റെ മേളിലാണ് ഞാൻ കയറി ഇരിക്കുന്നത്. നമ്മുടെ സെബ്രോണിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ട്രോളി DJ സ്പീക്കർ ആയിട്ടുള്ള സെബ് ഡാസിയോയുടെ മുകളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സെബ് ഡാസിയോ. നോക്കിയേ, ഈ ഒരു പാക്കറ്റിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ആദ്യം തന്നെ ഒരു റിമോട്ടാണ്, പിന്നെ വരുന്നത് ഇതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ QR കോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന വയർ കണ്ടോ, ഇതെന്താ സംഭവം എന്നറിയാവോ? നിങ്ങളിപ്പോൾ ഒരു ട്രോളി സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി തീർന്നു പോയി, തൊട്ടടുത്ത് കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളൊരു മലമുകളിൽ വെച്ചൊരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാർ അവിടെ കിടപ്പുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു വയർ നേരെ നമ്മുടെ ഈ ഒരു ട്രോളി സ്പീക്കറിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് കാറിൻ്റെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, ഇത് കറണ്ടിലും ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അതുമാത്രമല്ല, ഇതിൽ ഇൻബിൽഡ് ആയ ഒരു ബാറ്ററിയും വരുന്നുണ്ട്, തകർക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നത് ബാക്കി USB കേബിളും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നമുക്ക് പിന്നെ കാണാം. പിന്നെ അതെ സൈഡിലായിട്ട് ഇങ്ങോട്ട് പോവാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ മൈക്ക് എന്ന് പറയുന്നത് ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്ന സാധനമല്ല, റീചാർജബിൾ മൈക്കാണ്. ഒന്നല്ല രണ്ടെണ്ണമാണ് നമുക്ക് ഇതിനോട് ലഭിക്കുന്നത്. രണ്ട് മൈക്ക്, രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ഇട്ട് ഉപയോഗിക്കേണ്ട റീചാർജബിൾ ബാറ്ററി ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, കണ്ടോ, റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ തന്നെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. കണ്ടോ, ഇത് ഓണാക്കുന്ന സമയത്ത് ഇത് ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ കണ്ടോ, ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെബ് ഡാസിയോനെ നമ്മളങ്ങനെ പുറത്തേക്ക് എടുക്കുവാണ്. എൻ്റെ ദൈവമേ, ഇതിൽ തന്നെ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനായിട്ടൊരു വീല് കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രോളി ബാഗായിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഇവൻ ആൾ വേറൊരു ഭീകരനാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സെബ് ഡാസിയോടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇതിൽ നമുക്ക് എക്സ്റ്റേണലി പുറത്തു നിന്നൊരു മൈക്ക് കൂടെ, ഇതിൽ തന്നെ ഓൾറെഡി 2 മൈക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു മൈക്ക് കൂടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് വരുന്ന ഒരുപാട് കൺട്രോൾ ബട്ടൺസ് കാണാൻ സാധിക്കും. വോളിയം കൂട്ടാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്, 2 ബട്ടൺസ്. അത് ഒരെണ്ണത്തിൽ നമ്മുടെ മൈക്കിന്റെ വോളിയമാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇതിൽ കരോക്കെ ഇട്ട് പാടാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കരോക്കയുടെ സോങ്ങും നമ്മുടെ ഒരു വോയിസും കൂടെ ഒരേപോലെ നിൽക്കാനായിട്ട് അതിൻ്റെ വോളിയം കൂട്ടാനുള്ള ഒരു നോബാണ് ഈ കാണുന്നത്. നമ്മുടെ കറണ്ട് ഡയറക്റ്റ് കൊടുത്താലും വർക്ക് ചെയ്യും. USB ഉണ്ട്, ഓക്സ് ഉണ്ട് എന്ന് വേണ്ട എല്ലാവിധ ഐറ്റംസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലായിട്ട് തന്നെ ഇതൊരു DJ ട്രോളി സ്പീക്കർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഫുള്ള് ലൈറ്റാണ്. ഇതിപ്പോൾ ഈ ഒരു പകൽ സമയം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവാത്തത്. ഞാനിപ്പോൾ രാത്രി ഷോർട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കാണുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന അകത്തിരിക്കുന്ന ആ ഒരു സ്പീക്കർ കണ്ടോ, 15 ഇഞ്ചിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ റേഞ്ച് ആണ്, കാരണം ഇത് വോക്കലാണ് കൂടുതൽ കിട്ടേണ്ടത്. ബാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ വോക്കലും കിട്ടണം. അതുകൊണ്ടാണ് 15 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഫുൾ റേഞ്ച് സ്പീക്കർ അതിൽ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് 2 എയർ ഹോൾസ് കാണാൻ പറ്റും, അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ടൊരു നല്ല ഒരു അടിപൊളി ഒരു ട്യൂട്ടർ, ഒരു പവർഫുൾ ആയിട്ടൊരു ട്യൂട്ടർ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ ഉണ്ട്, വിളിച്ചാൽ ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇതുണ്ടോ, ഹാൻഡിലും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതുണ്ടോ, സിമ്പിളായിട്ട് ഒരു കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റുന്ന അത്രേ വരുന്നുള്ളൂ. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7 മണിക്കൂർ, അപ് ടു 7 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മുതൽ 7 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു സെബ് ഡാസിയോടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ഒരു സെബ് ഡാസിയോട് കൂടെ തന്നെ നമുക്ക് 2 മൈക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 2 മൈക്കും വയർലെസ് മൈക്കാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു വയർഡ് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പ്രീമിയം ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ വരുന്ന പോലെ തന്നെയുള്ള ലൈറ്റുകൾ, അതായത് RGB സ്ട്രിപ്പ് ലൈറ്റുകൾ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് രാത്രിയിൽ നിങ്ങൾക്ക് അവർ കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് എന്തായാലും വീഡിയോ ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കാണുന്ന ഒരു സെബ് ഡാസിയോ പല ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, നമുക്കൊരു കരോക്കെ സ്പീക്കറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. 2, ഒരു ചെറിയ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും മൈക്ക് സെറ്റ് വാടകയ്ക്ക് വരും, ഇതുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ വീട്ടിൽ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അധികം പൈസ, ഒരുപാട് പൈസ മുടക്കി നിങ്ങൾ ഒരു ഭയങ്കര ഒരു സിസ്റ്റം വീട്ടിൽ മേടിച്ചു വെക്കാൻ നല്ലത് ഇതോർണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലും പാടാം, എവിടെയെങ്കിലും നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്തും പാടാം. അപ്പോൾ ഈ പാട്ട് പാടുന്നവർക്ക് അറിയാൻ സാധിക്കും എക്കോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും എക്കോ എന്ന് പറഞ്ഞൊരു സാധനം വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ഈ ഒരു ട്രോളി സ്പീക്കറിൽ ഇപ്പോൾ എക്കോ ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഹലോ 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 പ്രത്യേകം എക്കോ കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് എക്കോ കൂട്ടുന്ന സമയത്ത് ഞാനിപ്പോൾ ഹലോ എന്ന് പറഞ്ഞു വെച്ചാൽ ഹലോ 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 ഇതാണ് എക്കോ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ സെബ്രോണിക്സ് ഈ ഒരു ട്രോളി സ്പീക്കറിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് പാട്ട് പാടുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്.
ഡോളി സ്പീക്കർ ഉണ്ടല്ലോ, ഒരു തുറന്നൊരു പ്രദേശത്ത്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, തുറന്നൊരു പ്രദേശത്ത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ഞാനിത് വർക്ക് ചെയ്തത്. കാരണം വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ അകത്ത് വെച്ച് കേൾപ്പിക്കേണ്ട സാധനമല്ല, ഇത് പൊതുവേദിയിൽ കൊണ്ട് വെച്ച് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഒരു വർക്ക്, ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കേട്ടാ, ഇതിക്കുള്ളിൽ ഇനി എന്ത് പറയാനാ സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. നമ്മുടെ ഈ ഒരു സെബ്ഡ് ആസിയോല് വേറെ ഒരു ഫീച്ചർ കൂടെ സെബ്രോണിക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ മൈക്കിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പൊ ഞാൻ എന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഹലോ 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 ഹലോ, ഇതാണ് എന്റെ ഒറിജിനൽ സൗണ്ട്. ഇനി ഞാൻ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കേൾപ്പിച്ചു തരാം. രണ്ടാമത്തെ മോഡെ, മൂന്നാമത്തെ മോഡെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു സെബ്ഡ് ആസിയോ എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാവരും കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ ഇവിടെ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ വിലയും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വില പറയാത്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സമയം എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ 6 മാസം 1 വർഷം കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വില ആയിരിക്കത്തില്ല ഈ ഒരു പ്രൊഡക്റ്റിന് ആ സമയത്ത്, ചിലപ്പോൾ കുറയാം, ചിലപ്പം കൂടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്തൊരു ഗംഭീരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.